ഹായ് ഗൈസ്, അങ്ങനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിവസം വന്നെത്തി. ഇന്ന് നമുക്ക് പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി നോക്കാം. 1.5 കിലോ ചെറിയുള്ളി അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് തൊണ്ട് പൊളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറിയുള്ളി എല്ലാം തൊണ്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അതിനായിട്ട് നമ്മൾ 1/4 കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ട് അതിന് വൃത്തിയാക്കിയെടുക്കാം. അങ്ങനെ വെളുത്തുള്ളി എല്ലാം നമ്മൾ തൊണ്ട് അതിന് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ കൊത്തി അരിഞ്ഞെടുക്കാം. തേങ്ങ എല്ലാം കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കൊത്തിയെടുത്ത തേങ്ങകളൊക്കെ ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ തോലി പൊളിച്ച് വെച്ച ഉള്ളികളെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുക്കാം. പെസഹത്തിന് അരിഞ്ഞ ഉഴുത് വറുത്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാരി മാറ്റാം. അരിഞ്ഞ വെച്ച തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം. അങ്ങനെ തേങ്ങ എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഉള്ളി നമുക്ക് വറുത്തെടുക്കാം. ഇനി വേണ്ട കറിവേപ്പിലാണ്. കറിവേപ്പില നമുക്ക് കോരിയെടുക്കാം. കറിവേപ്പില ഉള്ളി മൂത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് കോരാം. ഇനി നമുക്ക് കറിവേപ്പില വറുത്തെടുക്കാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമായി ചതച്ചെടുത്ത ഉഴുന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
വെളുത്തുള്ളി ജീരകം അരച്ചത് ഇട്ട് കൊടുക്കാം. വറുത്ത കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇടാം. ഇനി നമുക്കെല്ലാം മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ചുട്ടുകൊടുക്കാം. അപ്പം ചുടുവാനായിട്ട് വിറകലത്തിൽ നമ്മൾ തീ റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ പറയണ്ട ആയിട്ടുണ്ട്. രണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാവ് കോരി വയ്ക്കാം. വർഗല എടുത്ത് നമുക്ക് അതിന്റെ മുകളിലേക്ക് വെക്കാം. പിന്നെ വേഗം വരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ പെശാപ്പായിട്ടുണ്ട്. മുറിച്ചു കുഞ്ഞുനൊക്കെ പെസഹാടിനെ നീ കിയമസിഹാമോദി പിരിച്ചരുളുക കൃപ നിൻ പെസഹായ പെസഹായാൻ പെസഹാടിനെ നീ കിയമസിഹാമോദി പിരിച്ചരുളുക കൃപ നിൻ പെസഹായാൻ സ്തുതിയും മാനം താതെന്നും മഹിമ വന്ദനകൾ ശുദ്ധ നാവിനും കൃപ പാപികളാ ഞങ്ങളിലും. അത് എടുത്ത് വെച്ച് തിന്നോ? കുഞ്ഞു ആകാശം ചുവ കിട്ടിട്ട കൈ പൊള്ളിച്ചോ.